ഈ ലേഡീസിന് ഇത്രയും കൃത്യനിഷ്ഠയുണ്ട്. പിന്നെ അല്ല, ഒന്ന് വേഗം വിടുവോ? ആ ട്രിപ്പിൽ ഞാൻ മാത്രം അപ്പൊ ലേറ്റ് ആയിട്ട് എത്തുന്നത്. ഞാനാണ് അത്ര ട്രിപ്പ് ഓർഗനൈസർ. എന്നിട്ടോ ഇങ്ങനെയാണ് എന്റെ കസാക്കിസ്ഥാൻ യാത്രയുടെ തുടക്കത്തിലെ ലേറ്റ്. വിട പറയുകയാണോ? വേഗം പോയിക്കോ, ഇല്ല വിട പറയില്ല. ഇപ്പൊ തന്നെ തിരിച്ചു ഓൾറെഡി ലേറ്റാ. പൊക്കോ ടാറ്റാ. 10 ദിവസത്തേക്ക് ചൈനയിൽ പോയി ഞാൻ ഒരു പെട്ടി എടുത്തിട്ടുള്ളൂ. ഇവള് 5 ദിവസത്തേക്ക് പിന്നെ കസാക്കിസ്ഥാനിലേക്ക് പോകാൻ 3 ബാഗ് എടുത്തിട്ട് പോകണം. മാരകം. ടാറ്റാ, ബൈ ബൈ. ചെക്കിനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 10 പേരുടെ ഒരു ടീമാണ്. 10ൽ 9 പേരും ഇവിടെയൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഗ്രൂപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനാണ് അവരുടെ ടൂർ മാനേജർ. വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ ലേറ്റ് ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ലൊക്കേറ്റ് ചെയ്യട്ടെ. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും ബോർഡിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് എൻ്റെ ടീംമേറ്റ്സ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് പിക്ചറും കൂടി എടുത്തിട്ട് ഒഫീഷ്യലി ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. എയർ അറേബ്യയുടെ ഫ്ലൈറ്റിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഷാർജയിലെ 3 മണിക്കൂർ ട്രാൻസിറ്റ് ഉൾപ്പെടെ ടോട്ടൽ 8 മണിക്കൂറിന് ശേഷം ഞങ്ങളങ്ങനെ അൽമാട്ടിയിലെത്തി. നമ്മൾ ഇന്ത്യൻസിന് കസാക്കിസ്ഥാനിലെ വിസ ഓൺ അറൈവലാണ്. ബാക്കിയുള്ള എയർപോർട്ട് ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളെയും വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഗൈഡ് മാപ്സ് ആൻഡ് ബോക്സിൻ്റെ പ്ലക്കാർഡൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നാസ്. നസ്രേക്ക് എന്നാണ് ആളുടെ പേര്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നാസ് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ആൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഇനിയുള്ള ദിവസങ്ങൾ നാസിൻ്റെ കൂടെയാണ് നമ്മൾ കസാക്കിസ്ഥാൻ കാഴ്ചകളൊക്കെ കാണുന്നത്. ഞങ്ങൾ അൽമാട്ടി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ലോക്കൽ ടൈം 3 മണിയാണ്. ചെറിയൊരു പൊടിമഴയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് മാപ്സ് ആൻഡ് ബോക്സ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന വാഹനം. ആൻഡ് ഇതാണ് സാരഥി. പുള്ളി നമ്മുടെ ലഗേജൊക്കെ ഉള്ളിലെടുത്ത് വെച്ചു. നമ്മുടെ അടുത്ത അജണ്ട നേരെ ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യലാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇനി പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നാലെ വരും. ബൈ ബൈ.